ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1891. ഇന്ന് മാർച്ച് മാസം 5-ാം തീയതി, 64-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു ഉറപ്പോടെ പറഞ്ഞിട്ടുണ്ട്, നാളെക്കുറിച്ച് ഉത്കണ്ഠകളൊന്നും വേണ്ടെന്ന്. തീർത്തും ഉത്കണ്ഠകൾ വേണ്ടെന്നല്ല, നാളത്തെക്കുറിച്ച് വേണ്ടല്ല, ഇന്നിനെക്കുറിച്ചാവാം. നാളത്തെ ദിവസം അതിനായി ഉത്കണ്ഠപ്പെടുമെന്നാണ് ക്രിസ്തുയേശു പഠിപ്പിക്കുന്നത്. അതത് ദിവസത്തിന് അന്നന്നത്തെ ക്ലേശങ്ങൾ മാത്രം പോരെന്നാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മളോട് ചോദിക്കുന്നത്. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം അങ്ങനെയാണ്. ഉത്കണ്ഠപ്പെടേണ്ടെന്നല്ല, നമ്മളിങ്ങനെ ഭാവി കാലത്തെ ഓർത്താണ് കുറച്ചുകൂടി വർത്തമാനകാലത്തിലേക്ക് എത്തിയാൽ നല്ലതാണ്. അവനവന്റെ കയ്യിലുള്ളത് അത് മാത്രമാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് തെരഞ്ഞെടുത്ത ചില അനുഭവങ്ങളെ ഇങ്ങനെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചിട്ടാണ്. എന്തുതരം ഓർമ്മയാണ് ഓരോരുത്തരും സൂക്ഷിക്കുന്നത്, താലോലിക്കുന്നത്? അവയ്ക്കനുസരിച്ചായിരിക്കും അവനവന്റെ വർത്തമാനകാല ജീവിത സാഹചര്യങ്ങൾ. സന്തോഷിക്കുന്നവർ ഗുണകരമായവയെ സൂക്ഷിക്കുന്നവരാണ് കേട്ടോ. ദുഃഖിക്കുന്ന ആളുകളാവട്ടെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളെ ഇപ്പോഴും താഴെ വെക്കാതെ കൊണ്ടു നടക്കുന്നവരും. അതുകൊണ്ടാണ് ആരെങ്കിലും നമ്മളോട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത 2-3 അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറഞ്ഞാൽ നമ്മൾ ദുഃഖകരമായ ദുരിതകരമായ കാര്യങ്ങളെ ഓർത്തെടുത്ത് വിവരിക്കുന്നത്. ഓർമ്മയെ സൂക്ഷിക്കാനായിട്ട് സന്തോഷങ്ങളുടെ അനുഭവങ്ങളൊന്നുമില്ലേ? ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ തനിച്ചിരുന്ന് പഴയകാല ദുഃഖങ്ങളെ ഓർത്തെടുക്കുന്ന ഒരു വിനോദത്തിലാണ്, ക്രൂരമായ ഒരു വിനോദത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് മരുന്നുകളും ഔഷധങ്ങളും പോലും കിട്ടുന്ന ഒരു വിപണിയില്ല. മറവി കൂട്ടാനും ചിലപ്പോൾ മരുന്ന് നല്ലതാണ് കേട്ടോ. ഓർക്കാൻ കഴിയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് മറക്കാൻ ശ്രമിക്കുന്നത്. ഓർക്കേണ്ട കാര്യങ്ങൾ വേണമെങ്കിൽ എഴുതി സൂക്ഷിക്കാം. മറക്കേണ്ടതോ അതിവേഗം മുന്നോട്ട് പോകുന്ന ഏതൊരാളോടും ചോദിച്ചാലും അവർ മറന്നതും മറക്കാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് അവർ മിണ്ടിത്തുടങ്ങും. യഥാർത്ഥത്തിൽ ഒന്നും മറന്നിട്ടില്ല. മറവി ശരിക്കും ഒരു മനോഭാവം, ആറ്റിറ്റ്യൂഡാണ്. പലതിനെയും അംഗീകരിച്ചു എന്നും ഇനി അവയിൽ കുടുങ്ങിക്കിടക്കാനായിട്ട് ഞാൻ ഇല്ല എന്നുള്ള ശക്തമായൊരു നിലപാടുമാണ്. അതുകൊണ്ട് ഈ നോമ്പിന്റെ നല്ല നാളുകളിൽ നമ്മൾ കുറെ കൂടി വർത്തമാനകാലത്തിൽ ബോധത്തോടും ജാഗ്രതയോടും കൂടി ജീവിച്ചു പോകാം. നാളത്തേനുള്ള ക്ലേശങ്ങൾ ഉണ്ടാവും. ഇന്നത്തെ ക്ലേശങ്ങളെ മാത്രം നമ്മൾ ഒന്ന് നേരിട്ടാലും മറികടന്നാലും മതി. ആമേൻ.